ഇപ്പം ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗ് ആയാലോ? അപ്പം ഇങ്ങനെ നമുക്ക് തുടങ്ങല്ലേ? കുറച്ച് നേരത്തെയാണെന്നറിയാം. ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ കുറച്ച് പരിപാടികളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ചൈനീസ് വ്ളോഗ് ഉണ്ട്, അത് കണ്ടിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊറോണൻ്റെ ടൈമിലൊക്കെയാണ്. പിന്നെ ഇതിൽ ഒരു 3 വർഷമായിട്ട് ഒരു ഡീറ്റെയിൽസ് പോലും ഇല്ലേനി, അതായത് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ലേനി. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് 2-3 വീഡിയോസൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണാൻ ഒരു നല്ല രസമാണ്. അപ്പോൾ ഇതെന്തായാലും കണ്ടുകൊണ്ട് നിൽക്കല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഐസ് ക്യൂബ്സും ലെമൺ ജ്യൂസും പിന്നെ നമ്മളെ ഫ്രൂട്ട് സിറപ്പ് ഉണ്ടല്ലോ, മൊജിറ്റോസൊക്കെ ഉണ്ടാക്കണേ, അതൊക്കെ ഒഴിച്ചിട്ട് ഒരു വെള്ളം ഉണ്ടാക്കാൻ വെച്ച്. അങ്ങനെ ലെമൺ ജ്യൂസും ഹണിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി ഇത് കുടിച്ചിട്ട് ഇനി നമുക്ക് ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. ഈ ഐസ് ഇളക്കുമ്പോൾ കേൾക്കണ ഈ ഒരു കടകടാ ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കാനൊരു പ്രത്യേക രസമാണല്ലേ. പിന്നെ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും ചൈനയിലൊക്കെ പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണണമെന്ന്. അതിപ്പോൾ ഏറെക്കുറെ ആൾക്കാരുടെ തോട്ടൊക്കെ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പൊക്കെ കാണുമ്പോൾ ഒരു നൈറ്റ് ഫീലൊക്കെ കൊണ്ടുവരുമെങ്കിലും പുറത്തിപ്പോൾ ശരിക്കും നല്ല ലൈറ്റും വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പം ഒരു വൈബാവാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റൊക്കെ പാക്കിലുള്ളത് ഇട്ട് വെച്ചിട്ടുള്ളത്. അതാവുമ്പോൾ ഇങ്ങനെ നല്ല ഒരു ഇരുട്ടുണ്ടാവും, വീഡിയോ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസക്കായിരിക്കും. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബുക്കുണ്ട്, അത് കുറച്ച് നേരം വായിക്കാം. ഞാൻ ഈ ഒരു ബുക്കാണ് കേട്ടോ ഇപ്പോൾ വായിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈം ആയപ്പോഴത്തേക്കിനും ഇത് ഫുള്ളായിട്ട് വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കുറച്ചൊക്കെ ഒരു ഹൊറർ കൈൻഡ് ഓഫ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള സാധാരണ നമ്മൾ യക്ഷി പ്രേതൊക്കെ പറഞ്ഞ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ഇത് ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി വായിച്ച് കഴിഞ്ഞ ഒരു ബുക്കായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ കൂടുതലും വായിക്കാറുള്ളത് ഈവനിങ് ടൈമിലാണ്. മോർണിംഗ് ഒന്നും എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടലില്ല. അപ്പോൾ ഈവനിങ് ആയിരിക്കും കൂടുതലും വായിക്കാറുള്ളത്. അങ്ങനെ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്തിങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നത്. നോക്കിയപ്പോൾ മഴ വീണടോ, അതും വെയിലത്ത്. ഇതിനിപ്പോൾ നമുക്ക് എന്ത് പറയാം, വെയിലത്തൊരു മഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാകെ കുറച്ചേറെ ഉണ്ടായിട്ടുള്ളൂ, ഇനി അതങ്ങനെ വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ഈ ഇടയായിട്ട് മഴക്കങ്ങനെ പ്രത്യേക ടൈമൊന്നുമില്ലല്ലോ. മഴക്കാലം കഴിഞ്ഞിട്ടും ഇടയ്ക്കൊക്കെ ഒരു മഴ പതിവാണല്ലോ. ഇവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് എനിക്കൊരു ഫേവറേറ്റ് ഐസ്ഡ് കോഫി ഉണ്ട്, അതുണ്ടാക്കാൻ ആദ്യം നമ്മൾ ഷുഗറും അതേപോലെ കോഫിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. അതിലേക്ക് ഇനി ഇതേപോലെ കുറച്ച് ഐസ് ഇടുക. എന്നിട്ട് വീണ്ടും ആ പേസ്റ്റ് വീണ്ടും ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നല്ല തണുപ്പിച്ച മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഇതേപോലെ 2 ഡാർക്ക് ഫാൻറ്റസിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം ഇനി കോഫി തീമിലൊരു ചാനൽ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് അതും കൂടി ചെയ്യാം. ഞാൻ സാധാരണ ഈവനിങ് അതല്ലെങ്കിൽ നൈറ്റൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ ആണല്ലോ നമുക്കൊരു മൂഡൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഞാൻ സിമ്പിളായിട്ട് ഒരു കോഫി ടീമിൽ അപ്പം തോന്നിയ ഒരു ഐഡിയക്ക് ഇതേപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. ജേണൽ ചെയ്യുന്ന ഈ ഒരു ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് ഹാൻഡ് മെയ്ഡാണ്. നമ്മളിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ലോങ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലൊക്കെ സിമ്പിളായിട്ടൊരു ബുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ ഹാൻഡ് മെയ്ഡ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കണ്ട് നോക്കുക. എന്നിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് ജേണലൊക്കെ ചെയ്തിട്ട് തുടങ്ങിക്കോളി.
അങ്ങനെ അതും കഴിഞ്ഞ് ബുക്കും മടക്കി വെച്ചിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് വിത്തൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ വിതറിയിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ കാണുന്ന ഈ ഒരു ചെടികളൊക്കെ. നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു ഫ്ലവറിൻ്റെ കുഞ്ഞു ചെടികളാണിത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനി ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാടുണ്ട്, അവിടെ പോവാം. അവിടെ നമുക്ക് കാറ്റ് കൊള്ളാനും നടക്കാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആദ്യമൊക്കെ എന്നും പോവേനി. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായി പോക്ക്. എന്നാലും ഇപ്പോഴും ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 2-3 വട്ടം, അതല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒഴിവ് ദിവസങ്ങളിലൊക്കെ പോവും. ഇവിടെ വന്നാൽ ആകാശം കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. അതെന്താ എനിക്കറിയില്ല. വീട്ടിൽ നിന്നൊന്നും ആകാശം നോക്കുമ്പം ഇത്ര അടിപൊളിയായിട്ട് കാണാറില്ല, പക്ഷേ ഇവിടുന്ന് നോക്കിയാൽ അടിപൊളിയാണ്. പിന്നെ ഇതേപോലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണും കേട്ടോ. ഇവിടെ സാധാരണ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ നടക്കാനൊക്കെ വരലുണ്ട്. ഇപ്പോൾ ടൈം 6 മണിയായി. ഇവിടെ വന്നാൽ ടൈമൊക്കെ എങ്ങോട്ടാണ് പോകണമെന്നറിയില്ല. ഒരു 1 ഹവറെങ്കിലും ഇവിടെ എങ്ങനെ പോയാലും സ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് നടക്കാൻ തന്നെ ഒരു 1 ഹവറൊക്കെ എടുക്കും. ഇപ്പോൾ ഈ കിളികളൊക്കെ പോണത് കണ്ടോ, അവരൊക്കെ അവരെ വീട്ടിലേക്കാട്ടോ പോണത്. ഇനി നമുക്കും നമ്മളെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ കുറച്ച് ബുക്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ലൈബ്രറി വന്നിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ഈ ഒരു ബുക്കാണ് ഒന്നാമതായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബുക്കിൽ ഞാൻ കുറേ റിവ്യൂ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മലയാളമാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്ക് എടുക്കാം 1. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബുക്കാണ് കേട്ടോ. ഇതും കുറേ ആൾക്കാർ വായിച്ച് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ കുറേ ആയിട്ട് വായിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് KR മീരൻ്റെ ഈ ഒരു ബുക്കാണ്. ഇതും അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബുക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഓക്കെടാ ബൈ. നമുക്ക് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.